ഹായ് ഓൾ മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ 53-ാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ ഇന്നലെ കാഠ്മണ്ഡുവിലെത്തി. കാഠ്മണ്ഡുവിൽ നമ്മൾ ഇന്ത്യൻ ബോർഡറിലേക്ക്, ബീഹാറിലേക്ക് നമ്മൾ കയറുകയാണ്. ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ യാത്രയുടെ ഇന്ത്യയിൽ എത്തിച്ചേരുക എന്നുള്ള ദൗത്യം പൂർത്തിയാകുന്ന ദിവസമാണ് ഇന്ന്. വളരെ സന്തോഷവും എന്താ പറയുക, വളരെ ആത്മവിശ്വാസവും എക്സൈറ്റഡും ഒക്കെ ഉണ്ട്. സാബുച്ചൻ്റെ അങ്ങനത്തെ ആ ഡ്രീം അങ്ങ് ഫുൾഫിൽ ആകാൻ പോവുകയാണ്. അതിൻ്റെ ഒരു സന്തോഷമാണ് ഞങ്ങളെല്ലാവരും. അപ്പം ഇതുവരെ ഞങ്ങളെ ആരെങ്കിലും സ്നേഹിക്കുകയും താങ്ങി നിർത്തുകയും പ്രോത്സാഹനം തരികയും സർവേശ്വരൻ്റെ അനുഗ്രഹവും ഒക്കെ ഉണ്ടെങ്കിൽ മുന്നോട്ടും ഞങ്ങൾക്ക് അതുണ്ടാകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പം സാബുച്ച, ഇന്ന് ഇവിടെ നമ്മുടെ ബോർഡറിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? അറൗണ്ട് 150 കിലോമീറ്റർ. 150 കിലോമീറ്റർ. 5 മണിക്കൂർ കൊണ്ട് നമ്മൾ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, 5 മണിക്കൂർ യാത്ര അല്ലേ? പിന്നെ മല കയറി ഇറങ്ങുന്നു. എങ്ങനെയായിരുന്നു നമ്മുടെ ഈ ഹോട്ടലിൽ? ഇവർ പറയുന്നത് നമ്മൾ ഇവിടുത്തെ ആദ്യത്തെ ഇന്റർനാഷണൽ ഗസ്റ്റ് ആണെന്ന് ഈ ഹോട്ടലുകാർ പറയുന്നു. ഹോട്ടൽ തുടങ്ങിയിട്ട് 20 ദിവസമേ ആയുള്ളൂ. നല്ല ഫുഡ്, ബാജു ഹോട്ടൽ അല്ലേ? നല്ല സ്റ്റാഫ്, നല്ല സർവീസ്. വെരി ഹാപ്പി. അപ്പോൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ കാഠ്മണ്ഡുവിലേക്ക് എത്തുന്നതിന് മുന്നമായിട്ട്, അവിടുന്ന് ഒരു 10 കിലോമീറ്റർ അല്ലേ, കാഠ്മണ്ഡുവിലേക്ക് എത്തുന്നതിന് ഒരു 10 കിലോമീറ്റർ മുന്നമായിട്ട് ഈ ഹോട്ടൽ ഇവിടെ ഉണ്ട്. അപ്പോൾ നല്ല സർവീസാണ്. അവർ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് 2 വീക്സ് ആയുള്ളൂ. ഞങ്ങൾ ഇവിടുത്തെ ഇന്റർനാഷണൽ ഗസ്റ്റ്, ആദ്യത്തെ ഗസ്റ്റാണ്. അപ്പോൾ Hindi, come here, please. So this is our. This is Indy, Mr. Travel partner. He's from Switzerland. He was also with us since China. So he's going to Sri Lanka. Basically, he lives in Switzerland, and originally he is from Sri Lanka. All right. So ഇവരാണ് ഹോട്ടലിൻ്റെ ഓണർ. This is Indy. So this is the owner of this hotel. He is the owner. Hi, what's your name, please? Kiss Kumar Shrestha. Kiss Kumar Shrestha. Kiss, Mr. Kiss. So he is the manager of the hotel. The service was excellent. So there is no doubt you can come and stay here. It's absolutely fantastic hotel and well behavior, nice treat. All right, okay, thank you. ഇതൊരു ബുദ്ധൻ്റെ ഒരു വലിയ ആരാധനാലയമാണ്. എൻ്റെ പൊന്നു, ആ പ്രതിമ ഇരിക്കുന്നത്. അപ്പോൾ നേപ്പാളിൻ്റെ ക്യാപിറ്റലായ കാഠ്മണ്ഡുവിൽ കൂടെയുള്ള യാത്രയാണ്. ഇന്നത്തെ ദിവസം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് തന്നെ ടൗണിൽ കൂടെയാണ്. യെസ്, as usual, nice and beautiful capital of Nepal. ഈ കാഠ്മണ്ഡു മാത്രമേ ഉള്ളൂ അല്പമെങ്കിലും നമ്മൾ കണ്ടതിൽ കുന്നും മലയും ഇല്ലാത്ത ഒരു നിരപ്പായ ഭൂമി എന്ന് പറയുന്നത് കാഠ്മണ്ഡു മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം നേപ്പാളിൻ്റെ മുഴുവൻ ഭാഗങ്ങളും കണ്ടത് മുഴുവൻ മലകൾ മാത്രമാണ്. അവിടുത്തെ ടൗണും കൊച്ചു കൊച്ചു ടൗണുകളും ഹോസ്പിറ്റലും സ്കൂളും എല്ലാം ഓരോ മലയിലാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് നിരപ്പായ പ്രതലത്തിലേക്ക് ഇറങ്ങി വന്നത് ഈ കാഠ്മണ്ഡുവിലായപ്പോൾ മാത്രമാണ്. ഇനി ഇവിടുന്ന് ബീഹാറിലേക്ക് പോവുകയാണ്. കാഠ്മണ്ഡുവിൻ്റെ ഏതാനും ചില ദൃശ്യങ്ങളാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. താഴ്ന്ന് കെട്ടി കയറുക. എന്തോ ലാൻഡ്സ്കേപ്പിംഗ് നടന്നതാണ്, അതുകൊണ്ട് വഴിയൊക്കെ പണിതുകൊണ്ടിരിക്കുക. ഭൂമികുലുക്കം, എർത്ത് സംതിങ് എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്രയും മണ്ണ് മുകളിൽ നിന്ന് ഇങ്ങോട്ട് മാറുന്നത്. മലയുടെ
പതുക്കെ പശുവിടെ ഉണ്ട്. അപ്പോൾ കൂട്ടെ ഇതിൻ്റെ വീഡിയോ കാണുന്ന സംഭവമൊന്നുമല്ല. ആക്ച്വലി ഇതിൻ്റെ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര തിരക്കുണ്ട്. അച്ഛനും മതി അല്ലത് വണ്ടി നമുക്ക് വഴി കാണാമല്ലോ. അപ്പം ലെഫ്റ്റ് നിൽക്കുന്നുണ്ട് ഹാർട്ട് അറ്റാക്ക് വരട്ടല്ലേ. എനിക്ക് റൈറ്റ് റൈറ്റാ പറയും ലെഫ്റ്റോട്ട് ചോദിച്ചു. അതിവിടെയല്ല. നമ്മളെ കാണുന്ന റോഡ് അത് ഇതല്ല. യാ അതാ ഇവിടെ പാറയുടെ കീഴെ കൂടെ പോകുന്നത്. ആ ചവിട്ട് പോകും. സോജറിൻ്റെ ചവിട്ടിലേക്ക് കുഴപ്പമില്ല അറിയാമില്ല. അന്നേരം അത് അന്നേരം ആ വഴി മാത്രമേ കിട്ടുള്ളൂ. ഞാൻ മൊത്തം ഒരു ശല്യം വിളിക്കില്ല. ഐ തിങ്ക് സോ. കൊതി മാറട്ടെ. ഓ അവിടെ ഒരു ഒന്നൊന്നര ലാൻഡ് സ്ലൈഡ് ഉണ്ടെന്ന് കേട്ടോ. ഒരു ഭയങ്കര ലാൻഡ് സ്ലൈഡിങ്. അതെല്ലാം പൊട്ടി ഒലിച്ചു വന്നേക്കണ മുകളിൽ നിന്ന് എങ്ങണ്ടെന്ന്. ഇത് മുകളിലേക്ക് ആയിരിക്കുമല്ലോ അല്ലേ? അടുത്ത കുന്ന് കയറുമല്ല, താഴെ ഇറങ്ങുവാ. ആ ചോദിച്ചിട്ട് പോകണോ? വരുന്നുണ്ട്. നമുക്ക് ആ പയ്യോട് ചോദിക്കാം. പത്തേണ്ടതുകൊണ്ട് റോഡാണ്. തോടായിരുന്നു, പക്ഷെ അത് ഇപ്പം റോഡാണ്. തൽക്കാലത്തേക്ക് ചെറിയൊരു ഡൈവേർഷനാണ്. गाड़ी कर रही है।
എന്നാൽ അവനോട് നിന്നെങ്കിൽ ആ സുമക്കാരോട് നിന്നെങ്കിൽ നമ്മൾ എന്നാ കറിവേപ്പില അതാ ഞാൻ പറഞ്ഞ കറിവേപ്പ്. അത് ഇഷ്ടംപോലെ കറിവേപ്പുണ്ട് വഴി മുഴുവൻ. അതെ ആ കുരു കണ്ടോ, കുരു പളിക്കറിയാം. അപ്പോൾ ഞങ്ങളങ്ങനെ നേപ്പാൾ ബോർഡർ, നേപ്പാൾ ഇന്ത്യ ബോർഡറിലേക്കുള്ള യാത്രയാണ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ. പർസ എന്ന സിറ്റിയാണിത്. സിറ്റിയോട് ചേർന്നാണ് നമ്മുടെ ബീഹാർ ബോർഡർ. അപ്പോൾ ഞങ്ങളിതാ ഇന്ത്യയുടെ കാലെത്താനായിട്ട് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇതാണ് ബോർഡർ. നേപ്പാളിൽ നിന്ന് നമ്മുടെ ഇന്ത്യയിൽ കയറാനുള്ള ബോർഡറാണ്. ഓക്കെ, ഇനി ഇവിടുന്ന് നേപ്പാൾ എക്സിറ്റ് അടിക്കണം, ഇന്ത്യയുടെ എൻട്രി ചെയ്യണം. 2 കടമകൾ കൂടി കഴിഞ്ഞാൽ ഇന്ത്യയുടെ മണ്ണിൽ കാലുകുത്തും.